പ്രസംഗമധ്യേ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യദിനത്തിൽ ആളുകൾ നഗ്നരായി എഴുന്നേൽക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, സ്ത്രീയും പുരുഷനും അങ്ങനെ കൂടിക്കലരുമ്പോൾ പരസ്പരം നഗ്നത കാണാനിടയാവുകയില്ലേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, ആ സന്ദർഭം മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ കഴിയാത്തത്ര ഭീതിജനകമായിരിക്കും. മറ്റുള്ളവരുടെ നഗ്നതയിലേക്കൊന്നും നോക്കാൻ അപ്പോൾ അവർക്ക് തോന്നുകയില്ല. അത്രത്തോളം ഭീതിജനകമായ അവസ്ഥയിലൂടെയായിരിക്കും അപ്പോൾ മനുഷ്യൻ കടന്നു പോകുന്നതെൻ്റെ ആയിഷ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിക്ക് മറുപടി നൽകി. മറ്റൊരിക്കൽ അവർ ചോദിച്ചു, ദൈവദൂതരെ, അന്ത്യദിനത്തിൽ ഒരുത്തൻ മറ്റൊരുത്തനെ ഓർമ്മിക്കുമോ? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള മറുപടിയായിട്ട് പറഞ്ഞു, 3 സന്ദർഭത്തിൽ ആരും ആരെയും ഓർമ്മിക്കുകയില്ല. കർമ്മങ്ങൾ തൂക്കപ്പെടുമ്പോൾ, മീസാനിൽ നിന്റെ കർമ്മങ്ങൾ തൂക്കുന്ന സമയം, കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം നൽകുമ്പോൾ, നരകം ഗർജിക്കുമ്പോൾ, ഈ 3 സമയത്ത് ആരും ആരെയും ഓർക്കുകയില്ലെന്നും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആയിഷ ബി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് പഠിക്കുകയാണ്, മനസ്സിലാക്കണം. എന്തിനാണെന്നറിയോ? വരുന്ന കോടാനുകോടി മുസ്ലിങ്ങൾക്ക്, സഹോദരന്മാർക്ക്, സഹോദരിമാർ പകർന്നു കൊടുക്കാൻ, ഖിയാമത്ത് നാൾ വരെ പരിശുദ്ധ റസൂലിൻ്റെ അറിവ് ലോകത്ത് നിലനിർത്താൻ, അതിനു വേണ്ടിയാണ് ഇതൊക്കെ ചോദിച്ചറിയുന്നത്. ഷബീക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അല്ല, വരുന്ന സമുദായത്തിന്, കോടാനുകൂടി വരുന്ന, എനിക്ക് ശേഷം വരുന്ന തൻ്റെ സമുദായത്തിന്, തൻ്റെ പ്രവാചകൻ്റെ, തൻ്റെ പ്രിയ ഭർത്താവിൻ്റെ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത്. മറ്റൊരിക്കൽ അവർ ചോദിച്ചു, ദൈവദൂതരെ, ദൈവത്തിലും പരലോകത്തിലും വിശ്വസിക്കാത്തവർ സൽക്കർമ്മങ്ങൾ ചെയ്തുവെങ്കിൽ പുണ്യം ലഭിക്കുമോ? ആയിഷ റളിയല്ലാഹു അൻഹ നബിയുടെ മുമ്പിൽ ഉന്നയിച്ച മറ്റൊരു സംശയമായിരുന്നു. മക്കയിലെ സൽപ്രകൃതക്കാരനും സൽസ്വഭാവിയും ദയാലുമായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ. ഇസ്ലാമിന് മുമ്പ് ഖുറൈശികൾ തമ്മിലുള്ള രക്തച്ചൊരിച്ചിലുകൾ അവസാനിപ്പിക്കാനുള്ള സന്ധി സംഭാഷണത്തിന് എല്ലാ ഗോത്രത്തലവന്മാരെയും ഒന്നിച്ചു സമ്മേളിപ്പിക്കാൻ താല്പര്യമെടുക്കാറുണ്ടായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം അങ്ങനെ സംഘടിപ്പിച്ചിട്ടുള്ള സമ്മേളനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ ആളുകളോട് കരുണ കാണിച്ചു, അഗതികൾക്ക് ആഹാരം നൽകി, അത് അദ്ദേഹത്തിന് പരലോകത്ത് ഉപകരിക്കുമോ? അപ്പോൾ ആയിഷക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകി, ഇല്ല ആയിഷ, അന്ത്യദിനത്തിൽ എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ എന്ന് ദൈവത്തോട് അദ്ദേഹം ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല എന്ന്. ജിഹാദ് നിർബന്ധമാണ്. മറ്റു നിർബന്ധ കാര്യങ്ങളിൽ എന്ന പോലെ ഈ വിഷയത്തിലും സ്ത്രീ പുരുഷ വ്യത്യാസമുണ്ടായിരിക്കില്ലെന്ന് ആയിഷ ധരിച്ചു. ഒരിക്കൽ പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പാകെ വന്ന് അവിടുന്ന് പറഞ്ഞു, സ്ത്രീകളുടെ ജിഹാദ് ഹജ്ജാണ് എന്ന്. വിവാഹത്തിന് വധുവിൻ്റെ സമ്മതം നിർബന്ധോപാധിയാണ്. പക്ഷേ കന്യകകളായ പെൺകുട്ടികൾ അവരുടെ സമ്മതം എങ്ങനെ അറിയിക്കും? അതിനെപ്പറ്റി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു. ദൈവദൂതരെ, വിവാഹവേളയിൽ പെണ്ണിൻ്റെ സമ്മതം ആവശ്യമാണല്ലോ? അതെ, നബി പറഞ്ഞു. നാണം കൊണ്ട് അവൾ മിണ്ടാതിരിക്കുകയേ ഉള്ളൂ, അവളുടെ മൗനം സമ്മതമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. അയൽവാസികളോടുള്ള ബാധ്യത ഇസ്ലാമിൽ വളരെ പ്രധാനമാണ്. ഈ ബാധ്യത നിർവഹിക്കാനുള്ള അവസരം സ്ത്രീകൾക്കാണ് കൂടുതൽ ലഭിക്കുക. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. 2 അയൽവാസികൾ ഉള്ളപ്പോൾ മുൻഗണന ആർക്ക് കൊടുക്കും? ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ അതിനെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്വേഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു, ആരുടെ വാതിൽ നിന്റെ വീടിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നുവോ അവർക്ക് മുൻഗണന നൽകുക. നിന്റെ വീടിനോട് ഏറ്റവും അടുത്ത വീട് ഏതാണ്? അവർക്ക് മുൻഗണന നൽകുക എന്നർത്ഥം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുലകുടി ബന്ധത്തിലുള്ള പിതൃവ്യൻ ഒരിക്കൽ അവരെ കാണാൻ വന്നു. പക്ഷെ അയാളെ നേരിൽ കാണാൻ ആയിഷ ബീവിക്ക് സമ്മതം ഉണ്ടായില്ല. ഞാൻ പാനം ചെയ്തത് പെണ്ണിൻ്റെ മുലപ്പാലാണ്, അവരുടെ ഭർത്തൃ സഹോദരനുമായി എനിക്കെന്ത് ബന്ധം? ഇതായിരുന്നു അവരുടെ ന്യായം. അങ്ങനെ തിരുമേനി വന്നപ്പോൾ അതേപ്പറ്റി അവർ അന്വേഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം നിന്റെ പിതൃവ്യനാണ്, അകത്തേക്ക് വിളിക്കൂ.
ഖുർആനിൽ ഒരു വാക്യമുണ്ട്, രക്ഷിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങിച്ചെല്ലണമെന്ന ബോധത്താൽ ഹൃദയം ഭയന്ന് കർമ്മങ്ങൾ ചെയ്യുന്നവർ. ആയിഷയുടെ സംശയം, കള്ളനും വ്യഭിചാരിയും മദ്യപാനിയും ദൈവത്തെ ഭയപ്പെട്ടവനാണെങ്കിൽ ആയത്തിൽ പറഞ്ഞ സജ്ജനങ്ങളുടെ നിർവചനത്തിൽ അവരും പെടുമോ? തിരുമേനി പറഞ്ഞു, ഇല്ല ആയിഷ, നമസ്കാരം, നോമ്പ് മുതലായ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ദൈവഭയമുള്ളവരായിരിക്കുകയും ചെയ്യുന്നവരെയാണ് മേൽപ്പറഞ്ഞ ഖുർആൻ വാക്യത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. അല്ലാതെ തെറ്റായ ദുർമാർഗത്തിൽ നടന്ന് ദൈവത്തെ ഭയപ്പെടുന്നവരല്ല ആയിഷ എന്നും പരിശുദ്ധ റസൂൽ മറുപടി നൽകി. എന്തൊക്കെ വിവരങ്ങളാണ്, എന്തൊക്കെ മുത്തുകളാണ് ആയിഷ ബീവിയിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സഹോദരിമാർ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. തിരുമേനി പറഞ്ഞു, ഏതൊരുവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരുവൻ അള്ളാഹുമായി കൂടിക്കാഴ്ച ഇഷ്ടപ്പെടുന്നുവോ അള്ളാഹു അവനുമായുള്ള കൂടിക്കാഴ്ചയും ഇഷ്ടപ്പെടുന്നു. ആർക്ക് അത് അതൃപ്തികരമായി തീരുന്നുവോ അത്തരക്കാരെ അള്ളാഹുവും അതൃപ്തിയോടെ വീക്ഷിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ദൈവദൂതരെ, ആരും മരണത്തെ ഇഷ്ടപ്പെടുകയില്ലല്ലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ കരുണയുടെയും പ്രീതിയുടെയും സ്വർഗത്തിൻ്റെയും വിവരണങ്ങൾ കേൾക്കുമ്പോൾ സത്യവിശ്വാസിയുടെ ഹൃദയം അള്ളാഹുവിലേക്ക് ആശ വെക്കുന്നു. അള്ളാഹും അവൻ്റെ ആഗമനത്തെ ഇഷ്ടപ്പെടുന്നു. ദൈവശിക്ഷയുടെയും ക്രോധത്തിൻ്റെയും വിവരണങ്ങൾ കേൾക്കുമ്പോൾ സത്യനിഷേധി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നത് അനിഷ്ടകരമായി കരുതുന്നു. അപ്പോൾ അള്ളാഹും അവനെ വെറുക്കുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം ആയിഷ. ഈ രൂപത്തിലുള്ള ആയിഷയുടെ അനേകം ചോദ്യങ്ങളും ചർച്ചകളും ഹദീസുകളിൽ കാണാം. വാസ്തവത്തിൽ അവയെല്ലാം അവരുടെ ദൈനംദിന വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിരുന്നു. നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസ്വസ്ഥതയും നീരസവും ഉണ്ടാകുമെന്ന് പ്രത്യക്ഷത്തിൽ ഭയം തോന്നിയ അവസരങ്ങളിൽ പോലും ആയിഷ റളിയല്ലാഹു അൻഹ സംശയം ചോദിക്കാൻ മടിച്ചിരുന്നില്ല. എന്തിനെപ്പറ്റി ആയിഷ ബീവി ചോദിക്കുമായിരുന്നു. എന്തും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു എന്നർത്ഥം. തിരുമേനിക്കും ആ സ്വഭാവം ഇഷ്ടപ്പെട്ടിരുന്നു. ഒരിക്കൽ സംഗതിവശാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പത്നിമാരുമായി പിണങ്ങി 1 മാസം അവരുടെ അടുക്കൽ പോവുകയില്ലെന്ന് ശപഥം ചെയ്തു. അങ്ങനെ 29 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാളിക മുകളിൽ കഴിഞ്ഞുകൂടി. പത്നിമാരെല്ലാം അസ്വസ്ഥരായിരുന്നു. 29 ദിവസമുള്ള ഒരു മാസമായിരുന്നു അത്. തിരുമേനി 1-ാം തീയതി, അതായത് 30-ാം ദിവസം മുകളിൽ നിന്നിറങ്ങി ആയിഷയുടെ അടുത്ത് ചെന്നു. സന്തോഷാധിക്യത്താൽ സർവ്വതും മറന്നു പോവേണ്ടിയിരുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. ആയിഷയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സംഭവത്തെക്കുറിച്ച് വീണ്ടും ചോദിക്കുന്ന തിരുമേനിയെ വ്രണപ്പെടുത്തുന്ന തുല്യമായിരുന്നു. പ്രവാചകനുമായുള്ള ദീർഘ സഹവാസം നേടിക്കൊടുത്ത പരിചയം വെച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ശരീഅത്തുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർക്കുന്നതിനെ തന്നെ തീരുമാനിച്ചു. തിരുമേനിയോട് അവർ ചോദിച്ചു, 1 മാസം പത്നിഗേഹങ്ങളിൽ ചെല്ലുന്നതല്ലെന്നാണല്ലോ അവിടുന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നത്. 1 മാസം ഭാര്യമാരുടെ വീടുകളിൽ പോകില്ലെന്നാണല്ലോ അങ്ങ് പ്രതിജ്ഞ ചെയ്തിരുന്നത്. 1 ദിവസം മുമ്പേ വന്നതെന്ത്? തിരുമേനി പറഞ്ഞു, ആയിഷ മാസം 29 ദിവസവും വരാറുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ ആയിഷക്ക് മറുപടി നൽകി. ഒരിക്കൽ ഒരു വ്യക്തി തിരുസന്നിധിയിൽ പ്രവേശിക്കാൻ അനുവാദം ചോദിച്ചു. തിരുമേനി പറഞ്ഞു, അയാളെ വരാൻ അനുവദിക്കൂ, അയാൾ കുടുംബത്തിൽ ചീത്ത മനുഷ്യനാണ്. അയാൾ കടന്നിരുന്നപ്പോൾ തിരുമേനി വളരെ സ്നേഹത്തിലും അനുഭാവത്തിലുമാണ് അയാളോട് സംസാരിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹക്ക് അത്ഭുതമായി. ആ മനുഷ്യൻ പോയ ശേഷം ചോദിച്ചു, റസൂലേ, അയാൾ നല്ലവനല്ലെന്ന് അവിടുന്ന് മനസ്സിലാക്കിയിരുന്നു. എന്നിട്ടും അയാൾ അടുത്തു വന്നപ്പോൾ വളരെ സ്നേഹത്തിലും അനുഭാവത്തിലുമാണല്ലോ അങ്ങ് സംഭാഷണം ചെയ്തത്, അയാളെ സ്വീകരിച്ചത്, അയാളോട് പെരുമാറിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആയിഷ, സ്വഭാവ ദൂഷ്യം ഭയന്ന ആളുകൾ വന്നു കാണാൻ മടിക്കുന്നവനാണ് ഏറ്റവും ചീത്ത മനുഷ്യൻ. ഗ്രാമീണ അറബികൾ സൂക്ഷ്മത കുറഞ്ഞവരും ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ച് വേണ്ടത്ര ബോധമില്ലാത്തവരുമാകയാൽ അവരുടെ ഭക്ഷണം തിരുമേനി കഴിച്ചിരുന്നില്ല. ഒരിക്കൽ ഉമ്മു സുംബുല എന്നു പേരുള്ള ഒരു ഗ്രാമീണ സ്ത്രീ പാരിതോഷികമായി അല്പം പാലുമായി തിരുമേനിനടുക്കൽ വന്നു. അവിടുന്ന് അത് വാങ്ങി കുടിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അടുത്തുണ്ടായിരുന്നു. അദ്ദേഹം കുടിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അവിടുന്ന് അവരുടെ ഭക്ഷണം ഇഷ്ടപ്പെട്ടിരുന്നില്ലല്ലോ? ഇവർ അക്കൂട്ടത്തിൽ പെടുകയില്ല, കാരണം വിളിച്ചാൽ വരുന്നവരാണവർ. ആ കാരണത്താൽ മതനിയമങ്ങൾ അവർക്കറിയാമെന്നർത്ഥം. ഒരിക്കൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ശരിയായ വിധം സൽക്കർമ്മങ്ങൾ ചെയ്യുക, ആളുകൾ അടുപ്പിക്കുക. കർമ്മം കൊണ്ട് ആളുകൾ സ്വർഗത്തിൽ കടക്കുകയില്ല, പ്രത്യുത അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് മാത്രമേ അത് സാധിക്കൂ.
ഐഷ റളിയല്ലാഹു അൻഹയ്ക്ക് അവസാന വാചകങ്ങൾ ആശ്ചര്യമായി തോന്നി. മഅ്സൂമുകൾ, പാപസുരക്ഷിതരായ പുണ്യാത്മാക്കൾക്കാണ് മഅ്സൂമുകൾ എന്ന് പറയാം. ഇപ്പറഞ്ഞതിൽ ഒഴിവായിരിക്കാമെന്ന് മനസ്സിലാക്കിയവർ ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂലെ, അങ്ങേക്ക് സാധിക്കുകയും സല്ലല്ലാഹു പറഞ്ഞു, ഇല്ല, അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ. ഒരിക്കൽ തഹജ്ജുദ് കഴിഞ്ഞ് വിത്ർ നമസ്കരിക്കാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ ഉണർത്തി, അങ്ങ് ഇന്ന് വിത്ർ നിസ്കരിക്കാതെ ഉറങ്ങുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, എൻ്റെ കണ്ണുകൾ ഉറങ്ങുന്നു, ഹൃദയം ഉറങ്ങുന്നില്ല ആയിഷ. പ്രത്യക്ഷത്തിൽ ഈ ചോദ്യങ്ങൾ അപമര്യാദയായി തോന്നാം, പക്ഷേ ഈ ചോദ്യത്തിന് ആയിഷ റളിയല്ലാഹു അൻഹ ധൈര്യപ്പെട്ടിരുന്നില്ലെങ്കിൽ നുബുവത്തിൻ്റെ യാഥാർത്ഥ്യം സമുദായത്തിന് അറിയാൻ കഴിയുമായിരുന്നില്ല. ഇത്തരം ചോദ്യങ്ങൾക്കും ചർച്ചകൾക്കും പുറമെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഓരോ വചനവും സസൂക്ഷ്മം വീക്ഷിക്കുകയും പാകപ്പിഴവുകൾ കാണുമ്പോൾ തിരുത്തുകയും ചെയ്തിരുന്നു. ഒരിക്കൽ തിരുമേനിയുടെ അടുക്കൽ ഏതാനും യഹൂദികൾ വന്ന് അസ്സലാമു അലൈക്ക എന്നതിന് പകരം അസ്സാമു അലൈക്ക എന്ന് അഭിവാദ്യം ചെയ്യുകയുണ്ടായി. അസ്സലാമു അലൈക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ടാകും, അസ്സാമു അലൈക്ക നിനക്ക് നാശം ഉണ്ടാവട്ടെ എന്നാണ്. അത് പറഞ്ഞപ്പോൾ മറുപടിയായി അലൈക്കും എന്ന് മാത്രം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ ഇതൊക്കെ കേൾക്കണ്ടായിരുന്നു. അവർക്ക് ക്ഷമ വന്നില്ല, അവർക്കിത് സഹിച്ചില്ല. ഉടനെ പറഞ്ഞു, വലൈക്കും അസ്സലാമു വല്ലഅനു, നിങ്ങൾക്ക് നാശവും ശാപവും സംഭവിക്കട്ടെ. തിരുമേനികൾ പറഞ്ഞു, പറഞ്ഞു, ആയിഷ, സൗമ്യമായി പെരുമാറുക, മൃദുലമായി പെരുമാറുക ആയിഷ. അള്ളാഹു എല്ലാ കാര്യത്തിലും സൗമ്യത ഇഷ്ടപ്പെടുന്നു ആയിഷ. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു സാധനം ആരോ മോഷ്ടിച്ചൊരു വസ്തു. സ്ത്രീകളുടെ സമ്പ്രദായം അനുസരിച്ച് അവർ അവൻ്റെ പേരിൽ ശാപത്തിന് പ്രാർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതവൻ്റെ കുറ്റവും നിന്റെ പുണ്യവും കുറച്ചു കളയരുത്. അതവൻ്റെ കുറ്റം കുറക്കും, നിന്റെ പുണ്യവും കുറക്കും. ഒരവസരത്തിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒട്ടകപ്പുറത്ത് സവാരി ചെയ്യുകയായിരുന്നു. ഒട്ടകം അല്പം വേഗത്തിൽ നടന്നു. സാധാരണ സ്ത്രീ സ്വഭാവം അനുസരിച്ച് ആയിഷയുടെ വായിൽ നിന്ന് ശാപവാക്കുകൾ പുറപ്പെട്ടു. തിരുമേനി പറഞ്ഞു, നാം ഒട്ടകത്തെ തിരിച്ചയക്കുക. ശാപത്തിന് വിധേയമായ ഒരു സാധനം നമ്മുടെ കൂടെ വേണ്ട. മൃഗങ്ങളെ കൂടി ശപിക്കരുതെന്ന പാഠം നൽകുകയായിരുന്നു തിരുമേനി. ഒട്ടകത്തിന് ശപിച്ചില്ലേ, ഒട്ടകം നമ്മളെ കൂടെ വേണ്ട. ശാപത്തിന് പാത്രീഭൂതയായ ഒരു ഒട്ടകം ഇനി വേണ്ട എന്ന് പറഞ്ഞു. ചെറിയ ചെറിയ തെറ്റുകൾ ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഗവനിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയുണ്ടായി, ആയിഷ, നിസ്സാര കുറ്റങ്ങളെയും സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അതിനെക്കുറിച്ചും വിചാരണ ഉണ്ടാവും. ചെറിയ കാര്യങ്ങൾ അള്ളാഹിൻ്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടും ആയിഷ എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്ത്രീയെപ്പറ്റി വിവരിക്കുകയുണ്ടായി. സംസാരമധ്യേ കുള്ളത്തി എന്ന് അവരെ വിശേഷിപ്പിച്ചു. ആ സ്ത്രീയെപ്പറ്റി ആയിഷ ബീവി നബിയോട് പറയാണ്, ഒരു കുള്ളത്തിയായിരുന്നു. ഉടനെ തിരുമേനി പറഞ്ഞു, ആയിഷ, ഇപ്പറഞ്ഞത് പരദൂഷണം, ഇത് കുള്ളത്തി എന്ന് വിളിച്ചില്ലേ, അത് പരദൂഷണമാണ്. സഫിയ റളിയല്ലാഹു അൻഹ നീളം കുറഞ്ഞവളായിരുന്നു. ഒരു തവണ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ദേവദൂതരെ, മതിയാക്കൂ, സഫിയ ഇത്രയേ ഉള്ളൂ. തിരുമേനി അരുളി. സഫിയ ബീവിയെ പറ്റി പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി പറയുന്നത്, മതിയാക്കൂ, സഫിയ ഇത്ര ഉള്ളൂ, ഇത്ര വലിപ്പമില്ല. അപ്പം ആയിഷ ബീവിയോട് അള്ളാഹിൻ്റെ റസൂല് പറയാണ്, സമുദ്രത്തിൽ കലക്കിയാൽ അത് മുഴുവൻ വിഷമായി തീരാവുന്നത്ര ഗൗരവമുള്ള ഒരു വാക്കാണ് നീ പറഞ്ഞത് ആയിഷ. അപ്പം ആയിഷ ബീവി ചോദിച്ചു, ഒരാളെപ്പറ്റി ഉള്ളതല്ലേ ഞാൻ പറഞ്ഞത്? സഫിയ റളിയല്ലാഹു അൻഹ കുള്ളത്തിയല്ലേ, അതല്ലേ പറഞ്ഞ, ഉള്ള കാര്യമല്ലേ പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് എന്തുമാത്രം കാര്യലാഭം സിദ്ധിച്ചാലും ഞാൻ അങ്ങനെ പറയുകയില്ല. ഒരു യാചകൻ ഭിക്ഷ തേടി ആയിഷയുടെ അടുക്കൽ വന്നു. ആയിഷയുടെ നിർദ്ദേശപ്രകാരം നിസ്സാരമായ എന്തോ അയാൾക്ക് കൊടുത്തു. അപ്പോൾ തിരുമേനി പറഞ്ഞു, ആയിഷ, എണ്ണി നോക്കി കൊടുക്കരുത്, അള്ളാഹു നിനക്കും എണ്ണി നോക്കിയേ തരൂ. ഒരു കാരക്കച്ചീന്ത് ദാനം നൽകിയെങ്കിലും നരകത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുക. വിശന്നവൻ അതുകൊണ്ട് അത്രയെങ്കിലും ശമനം കിട്ടട്ടെ എന്ന് മറ്റൊരിക്കൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, എന്നെ മിസ്കീനായി ജീവിപ്പിക്കണമേ, എന്നെ മിസ്കീനായിട്ട് പാവമായിട്ട് എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ, അവരുടെ കൂട്ടത്തിൽ അന്ത്യദിനത്തിൽ എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ റബ്ബേ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തിന്? റസൂൽ പറഞ്ഞു, മിസ്കീൻ സമ്പന്നന്മാരെക്കാൾ
40 കൊല്ലം മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കും ആയിഷ. ഒരു സാധുവിനെയും വെറും കൈയോടെ തിരിച്ചയക്കരുത്. ഒരു കാരക്കച്ചീന്തിനാണെങ്കിൽ അത് മാത്രമാണ് നിന്റെ അടുക്കലുള്ളതെങ്കിൽ അതെങ്കിലും നീ അയാൾക്ക് നൽകുക. അഗതികളെ സ്നേഹിക്കുക. നിന്റെ സമീപത്ത് അവർക്കൊരിടം നൽകുക. ധാർമ്മികോപദേശങ്ങളുടെ അടങ്ങിയ ആജ്ഞകൾക്കു പുറമെ നമസ്കാരം, പ്രാർത്ഥന തുടങ്ങിയ മതപരമായ പല കാര്യങ്ങളും തിരുമേനി അവർക്ക് പഠിപ്പിക്കുകയും അവർ താൽപര്യപൂർവ്വം പഠിക്കുകയും ചെയ്തിരുന്നു. ഓരോ കൽപ്പനയും കണിശമായി കൃത്യമായി പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ അവർ ശ്രദ്ധിച്ചിരുന്നു.